ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വീണ്ടും മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 20 ചോദ്യങ്ങളുടെ അനുബന്ധ വിവരങ്ങളെല്ലാം അടങ്ങിയ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് എന്ന രീതിയിലും എടുക്കാം, അതുപോലെ പഠിക്കാനുള്ള ക്ലാസ് എന്ന രീതിയിലും എടുക്കാം. അനുബന്ധ വിവരങ്ങളെല്ലാം പറഞ്ഞു പോകുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 95% to 100% ക്വസ്റ്റ്യൻസ് എല്ലാം PSC തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഈ അനുബന്ധ വിവരങ്ങളും, അതായത് എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും പരീക്ഷ നടക്കുമ്പോൾ സെയിം സിലബസ് ആണ് എന്നുള്ളതുകൊണ്ട് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും PSC തന്നെ. അപ്പോൾ PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ എല്ലാം ഈ സിലബസിൽ നിന്നുള്ളതെല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻസ് നൽകി തന്നെ നിങ്ങൾ അതിനെ പഠിക്കണം. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ഏത് ശ്വേതരക്താണുവിനെയാണ് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്നത്? ഓപ്ഷൻ സി, ലിംഫോസൈറ്റ് ശ്വേതരക്താണുവിനെയാണ് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു. ലിംഫോസൈറ്റ് ശ്വേതരക്താണുവാണ്. ഇനി എന്താണ് ലിംഫോസൈറ്റ് ശ്വേതരക്താണു? എന്താണ് അതിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ഏതു തരം ശ്വേതരക്താണുവാണ്? ഈ ലിംഫോസൈറ്റുകളാണ്. ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റ് ശ്വേതരക്താണുക്കളാണ്. അപ്പോൾ അതിനെയാണ് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എയ്ഡ്സ് വൈറസ് അല്ലെങ്കിൽ എയ്ഡ്സ് രോഗമുള്ള രോഗിക്ക് രോഗപ്രതിരോധ ശേഷി വളരെ വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ ബി, ഹീമോഫീലിയ രോഗമാണ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഹീമോഫീലിയ രോഗമാണ്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പേരാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഹീമോഫീലിയ രോഗം തന്നെയാണ് രാജകീയ രോഗം. അതുപോലെ ക്രിസ്മസ് രോഗം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ രോഗമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിമാരുടെ കൂട്ടത്തിൽ ചേരാത്തത് താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. നമ്മുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിമാരുടെ കൂട്ടത്തിൽ ചേരാത്തത്. ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ബാക്കി 3 പേരും ദേശീയ അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിച്ചവരാണ്. നമുക്കറിയാം, 1962 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ദേശീയ അടിയന്തരാവസ്ഥ, ചൈനീസ് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1971 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് VV ഗിരിയാണ്. 1971 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് VV ഗിരിയാണ്. ഇനി 1975 ദേശീയ അടിയന്തരാവസ്ഥ, ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അപ്പോൾ ഇവിടെ കൂട്ടത്തിൽ ചേരാത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വലുപ്പത്തിൽ ലോകത്തിലെ എത്രാമത് രാജ്യമാണ് ഇന്ത്യ? ഓപ്ഷൻ ബി, 7ാമത് രാജ്യമാണ്. വലുപ്പത്തിൽ ജിയോഗ്രാഫിക്കലി 7ാമത് രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ വലുപ്പത്തിൽ ലോകത്തിലെ 7ാമത് രാജ്യം ഇന്ത്യയാണ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം, വലിപ്പത്തിൽ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? ഓപ്ഷൻ ഡി, കുളു താഴ്വരയാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര കുളു താഴ്വരയാണ്. ഇനി അതുപോലെ സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരു താഴ്വരയുണ്ട്. ഏതാണെന്ന് പഠിച്ചു വെക്കാം. കാശ്മീർ താഴ്വരയാണ്. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറി. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന താഴ്വര കാശ്മീർ താഴ്വര. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വൻകുടലിൻ്റെ ശരാശരി നീളം എത്രയാണ്? ഓപ്ഷൻ സി, 1.5 മീറ്ററാണ്. വൻകുടലിൻ്റെ ശരാശരി നീളമാണ് 1.5 മീറ്റർ. അപ്പോൾ ഇതെല്ലാം
PSC തന്നെ ക്വസ്റ്റ്യനാണ്, PSC ചോദിച്ചുള്ളവയാണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ചോദിക്കുന്നതാണ്. ഇനി അതുപോലെ ചെറുകുടലിൻ്റെ ശരാശരി നീളം എത്രയാണ്? 5 മുതൽ 6 മീറ്റർ വരെയാണ് ചെറുകുടലിൻ്റെ ശരാശരി നീളം. 5 മുതൽ 6 മീറ്റർ വരെയാണ്. വൻകുടലിൻ്റെ ശരാശരി നീളം 1.5 മീറ്ററും. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അലസവാതകം ഏത്? ഓപ്ഷൻ എ റാഡോൺ ആണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അലസവാതകമാണ് റാഡോൺ. ഇനി അതുപോലെ ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാ? റാഡോൺ ആണ്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം ഏത്? റാഡോൺ തന്നെ. ഇനി അതുപോലെ ഏറ്റവും ഭാരം കൂടിയ വാതകം ഏത് എന്ന് ചോദിച്ചാലും റാഡോൺ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ വാതകവും. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഭാരം കൂടിയ വാതകവും റാഡോൺ ആണ്. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അലസവാതകം റാഡോൺ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജനഗണമന ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ BN ധർ ആയിരുന്നു. ജനഗണമന ആദ്യമായി ആലപിച്ച കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു BN ധർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഏത് വർഷമാണ്, ഏത് വർഷത്തെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആലപിച്ചത്? 1911 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത്. അപ്പോൾ അധ്യക്ഷനായിരുന്നു, കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു BN ധർ. ഇനി അതുപോലെ നമുക്കറിയാം മറ്റൊരു കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത്. അത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് വന്ദേമാതരം ആലപിക്കപ്പെട്ടത്. ഇനി അന്നേരം നമ്മൾ ഓർത്തിരിക്കുക 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി ആയിരുന്നു. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമായ 1896 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു റഹ്മത്തുള്ള സയാനി. ഇനി അതുപോലെ 1911 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത്. 1911 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു BN ധർ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റോസ് മെറ്റൽ എന്നും അറിയപ്പെടുന്ന ലോഹസങ്കരം ഏതാണ്? ഓപ്ഷൻ സി സോൾഡർ ആണ്. റോസ് മെറ്റൽ എന്നുകൂടി അറിയപ്പെടുന്ന ലോഹസങ്കരമാണ് സോൾഡർ. അപ്പോൾ സോൾഡർ ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നു? റോസ് മെറ്റൽ എന്നുകൂടി അറിയപ്പെടുന്നു സോൾഡർ. ഇനി അതുപോലെ ബിസ്മത്ത്, ലെഡ്, ടിൻ ഇവയുടെ സങ്കരമാണ് സോൾഡർ. ബിസ്മത്ത് അല്ലെങ്കിൽ സോൾഡറിൻ്റെ ലോഹസങ്കരങ്ങൾ ഏതൊക്കെയാണ്? ബിസ്മത്ത്, ലെഡ്, ടിന്ന്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 265 ആണ്. നികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 265. ഇനി അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നികുതി ഘടനയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണത്? ജോൺ മത്തായി കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നികുതി ഘടനയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏത് എന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, ജോൺ മത്തായി കമ്മീഷനാണ്. അതുപോലെ ഇന്ത്യയിൽ നികുതി നിലവിൽ വന്ന വർഷം, ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്ന വർഷം ഏത്? 1962 ഏപ്രിൽ 1 ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്ന വർഷമാണ് 1962 ഏപ്രിൽ 1. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക, നികുതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 265. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പാർസെക് എന്തിൻ്റെ യൂണിറ്റാണ്? ഓപ്ഷൻ ബി ദൂരത്തിൻ്റെ യൂണിറ്റാണ്. പാർസെക് ദൂരത്തിൻ്റെ യൂണിറ്റാണ്. ഈ സെക്ക് എന്ന് കണ്ടിട്ട് സെക്കൻഡ് എന്ന് വിചാരിച്ച് ടൈമിൻ്റെ യൂണിറ്റ് എന്ന് വിചാരിക്കരുത്. പാർസെക് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. ഇനി PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്. 1 പാർസെക് എത്ര ലൈറ്റ് ഇയർ ആണ്? എത്ര പ്രകാശവർഷമാണ്? PSC ചോദിച്ചിട്ടുള്ളതാണ്. 3.26 പ്രകാശവർഷമാണ്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. നമുക്കറിയാം പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം എത്രമാത്രം സഞ്ചരിക്കും, എത്ര മീറ്റർ സഞ്ചരിക്കും, അതാണ് ഒരു
പ്രകാശവർഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്, ദൂരം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? നിങ്ങൾക്കറിയാം, പാർസക്കാണ്. ദൂരം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ യൂണിറ്റാണ് പാർസക്ക്. അപ്പോൾ പാർസക്ക് ദൂരത്തിൻ്റെ യൂണിറ്റാണ്, ടൈമിൻ്റെ അല്ല. ഒരു പാർസക്ക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ, 3.26 പ്രകാശവർഷങ്ങളാണ്. ദൂരം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ യൂണിറ്റാണ് പാർസക്ക്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പോൾ ആകെ 4 ജോഡികൾ തന്നിട്ടുണ്ട്, ഭോജനവുമായിട്ട് ബന്ധപ്പെട്ട 4 ജോഡികൾ. അപ്പോൾ അതിനകത്ത് തെറ്റായ ജോഡികൾ കണ്ടെത്തുക. ഓക്കെ, ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതിനകത്ത് തെറ്റായ ജോഡികൾ 1ഉം 2ഉമാണ് എന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ ഓരോന്ന് പരിശോധിക്കാം. നമുക്കറിയാം, പന്തിഭോജനം നടത്തിയത് ആരാണ്? തൈക്കാട് അയ്യാവാണ്. പന്തിഭോജനം നടത്തിയത് തൈക്കാട് അയ്യാവാണ്, വൈകുണ്ഠ സ്വാമികളല്ല. അപ്പോൾ ഇവിടെ തെറ്റിച്ച് തന്നിരിക്കുന്നു. പന്തിഭോജനം വൈകുണ്ഠ സ്വാമികളും തന്നിരിക്കുന്നു, പന്തിഭോജനം നടത്തിയത് തൈക്കാട് അയ്യാവാണ്. അപ്പോൾ ഈ 1 തെറ്റാണ്. രണ്ടാമത്തത് നോക്കുക, സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? അത് ശരിക്കും വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഈ സമ എന്ന് കൂട്ടി വരുന്ന മിക്കതും വൈകുണ്ഠ സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സമത്വ സമാജം സ്ഥാപിച്ച വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികളാണ് നടത്തിയത്. അപ്പോൾ ഈ സമപന്തി ഭോജനം തൈക്കാട് അയ്യാവെന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ, അത് തെറ്റാണ്. ഇനി മൂന്നാമത്തത് നോക്കുക. നമുക്കറിയാം, മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനുമാണ്. അപ്പോൾ ഈ 3ഉം 4ഉം കറക്റ്റാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ ഇത് തെറ്റായ ജോഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1ഉം 2ഉമാണ്. അപ്പോൾ അതടങ്ങുന്ന ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഏതാണ്? ഓപ്ഷൻ സി. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്തുകൊണ്ടാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് ആകുന്നത്? കാരണം നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമം ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അതുപോലെ മറ്റൊരു പോയിന്റ് കൂടി നമുക്ക് ഓർത്തിരിക്കാം. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏത് എന്ന് ചോദിച്ചാൽ 1935 GOI ആണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത് ഈ ആക്റ്റാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓഗസ്റ്റ് വാഗ്ദാനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. ഓഗസ്റ്റ് വാഗ്ദാനം നടത്തിയ വൈസ്രോയി ആരാണ്? ലിൻ ലിത്ഗോ പ്രഭു. പറയാം, ലിൻ ലിത്ഗോ, ഇതിനകത്ത് ഈ ഗോ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ഇന്ത്യ വിടുക, പോവുക എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ലിൻ ലിത്ഗോ പ്രഭു ആണ് ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി. ഓഗസ്റ്റ് വാഗ്ദാനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു തന്നെയായിരുന്നു. ഇനി ഓഗസ്റ്റ് വാഗ്ദാനത്തിൻ്റെ വർഷം നമ്മൾ ഓർത്തിരിക്കണം, 1940 ഓഗസ്റ്റ് വാഗ്ദാനം നടത്തിയ വർഷം 1940. ഇനി അതുപോലെ നമുക്ക് ഓർത്തിരിക്കാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വൈസ്രോയി ആയിരുന്നു ലിൻ ലിത്ഗോ പ്രഭു. പോകാൻ പറഞ്ഞിട്ടും അദ്ദേഹം പോകാതെ അങ്ങനെ കടിച്ചു തൂങ്ങി കിടന്നു. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ക്വിറ്റ് ഇന്ത്യ കാലത്തെ വൈസ്രോയി, അതുപോലെ ക്രിപ്സ് മിഷന്റെ കാലത്തെ വൈസ്രോയി, ഇത് രണ്ടും ഏത് തന്നെയാണ്? ലിൻ ലിത്ഗോ പ്രഭു തന്നെ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് ദൃശ്യ കലാപ്രസ്ഥാനത്തിന്റെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ? ഓപ്ഷൻ സി. കഥകളിയുടെ
സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപമാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് പ്രസ്താവിച്ച കേസ് ഏതാണ്? ഓപ്ഷൻ ഡി. കേശവാനന്ദ ഭാരതി കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ഓപ്ഷൻ ബി. ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 29 ഈ ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ്. നമുക്കറിയാം ആരാണ് ധ്യാൻ ചന്ദ്? ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദ്. ഹോക്കി വിസാർഡ് അല്ലെങ്കിൽ ഹോക്കി മാന്ത്രികൻ എന്ന് അറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. അതുപോലെ ഇന്ത്യൻ ഹോക്കിയിലെ വന്യവയോധികൻ എന്ന് അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ധ്യാൻ ചന്ദാണ്. ഇന്ത്യൻ ഹോക്കിയിലെ വന്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ധ്യാൻ ചന്ദാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 നമ്മുടെ ദേശീയ കായിക ദിനം. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്? ഓപ്ഷൻ ബി. എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നത് എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ്. ഇനി നമുക്കറിയാം എം വിശ്വേശ്വരയ്യയെക്കുറിച്ചുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. അതുപോലെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ. ഇനി അതുപോലെ പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ കൃതി എഴുതിയത് എം വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് എം വിശ്വേശ്വരയ്യ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ബി. ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഭോപ്പാലിൽ. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയാം മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ്. ഓപ്ഷൻ ബി റെറ്റിന. അപ്പം മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയിലാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ PC ചോദിച്ചിട്ടുണ്ട്. ഇനി റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതാണ്? യഥാർത്ഥമായിരിക്കും, തലകീഴായതായിരിക്കും. അപ്പം നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. അതുപോലെ കണ്ണിലെ ലെൻസ് ഏത് എന്ന് PC ചോദിച്ചിട്ടുള്ളതാണ്. കോൺവെക്സ് ലെൻസാണ്. കണ്ണിലെ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ ഫ്രണ്ട്സ്.